സാർ നമസ്കാരം. നമസ്തേ സാർ, ശബരിമല സ്വർണ്ണക്കൊള്ള ഇപ്പോ മറ്റൊരു തലത്തിലേക്ക് അന്വേഷണ സംഘം പോകുന്നോ എന്നൊരു സംശയം. അതായത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞ ഗൾഫ് വ്യവസായി പറഞ്ഞ് അന്വേഷണ സംഘം പോയി കഷ്ടപ്പെട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച ഡിണ്ടിഗൽ മണിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്ന റിപ്പോർട്ട് വരുന്നു. ഇപ്പോൾ ഈ അവസരത്തിൽ ഇന്നലെ ജയശ്രീ എന്ന് പറയുന്ന മുൻ സെക്രട്ടറിയെ ചോദ്യം ചെയ്തു എന്നുള്ളത് മാത്രമേ അപ്ഡേറ്റ്സ് ആയിട്ട് പറയാനുള്ളൂ. സർ, ഈ അന്വേഷണം SIT അന്വേഷണ സംഘം തന്നെ വഴിതിരിച്ച് വിടുകയാണോ? എന്താണ് സാർ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുള്ള ഈ SITയുടെ പോക്കിൽ നമുക്ക് ഒരു സാറിനൊക്കെ തോന്നുന്ന ഒരു നിഗമനം എന്താണ്? മാധ്യമ വാർത്തകളാണല്ലോ നമ്മുടെ അറിവിന്റെ ആധാരം. അതെ, ആ മാധ്യമ വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ പണ്ട് രാമായണത്തിൽ എഴുത്തച്ഛൻ എഴുതിയ പോലെ ഒരു നിശ്ചയമില്ല ഒന്നിനും വരുമോരോ ദശ എന്ന ആ ഒരു ഒരു കാര്യമാണ് മനസ്സിലേക്ക് കയറി വരുന്നത്. കാരണം ഈ ഏറ്റവും ഒടുവിൽ ഞാൻ മനസ്സിലാക്കുന്ന ഇന്നലെ അന്വേഷണത്തിന്റെ പുരോഗതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കേരള ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അപ്പോ ആ അറിയിച്ചതിനെ കുറിച്ചുള്ള മാധ്യമ വാർത്തകൾ പറയുന്നത് ഈ അടുത്ത കാലത്തായിട്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയും ശബരിമല കൊള്ളയുടെ പിന്നിലുള്ള സൂത്രധാരൻ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുക. അത് ഞാൻ ഒരു റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജി കമാൽ പാഷയൊക്കെ ചാനലുകളിലൊക്കെ വന്നിരുന്ന് ഇയാളുടെ പേര് ദാവൂദ് മണി എന്നാന്ന് പറയുന്നു. പിന്നെ ഞാൻ കേൾക്കുന്നു ഡി മണി. എന്തായാലും ശരി, അയാളൊരു ഇല്ലാത്ത ഒരു കറുത്ത പൂച്ചയാണെന്നാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പറയുന്നത്. പണ്ട് നമ്മളിങ്ങനെ കേൾക്കുമായിരുന്നു, ഈ ഋഗ്വേദത്തിലെ ഒരു പ്രതീകമാണ് ഇരുട്ടത്ത് കറുത്ത പൂച്ചയെ തപ്പുന്ന അന്ധൻ. അതാണ് ഇപ്പോഴത്തെ SITയുടെ അവസ്ഥയെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഒരു കാണാൻ ശേഷിയില്ലാത്ത കാഴ്ച പരിമിതിയുള്ള ഒരാള് ഇരുട്ടത്ത് ഒരു കറുത്ത പൂച്ചയെ തപ്പുന്നത് പോലെയാണ്. കാരണം ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് അതിൽ ആരാണ് ശരി ആരാണ് തെറ്റ് അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരുപാട് സംശയങ്ങൾ അവിടെ ഉണ്ട്. അത് നമുക്ക് ഈ പൊതുവിടത്തിൽ ലഭ്യമായ വിവരം വെച്ചിട്ട് അതൊന്ന് വിശകലനം ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കാണും. അപ്പോൾ ആരൊക്കെയോ ഈ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെയോ വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്കിതിൽ നിന്നും മനസ്സിലാകുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനൊരു നിഗമനത്തിലെത്തിയത് എന്ന് സംശയമുണ്ടാവാൻ കേൾക്കുന്നവർക്ക്. അതിൻ്റെ കാരണം ഞാൻ പറയാം. അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പാണ് മുൻ പ്രതിപക്ഷ നേതാവായ അയ്യപ്പദാസ് പറഞ്ഞപ്പോൾ ഒന്ന് ചെറിയ പെശക് വന്നു പോയി. പ്രതിപക്ഷ നേതാവ് അല്ല, മുൻ പ്രതിപക്ഷ നേതാവ് ആയ ശ്രീ രമേശ് ചെന്നിത്തല ഒരു ബോംബ് പൊട്ടിച്ചു. അതായത് ഈ ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് കൊള്ളയ്ക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള സ്വർണ്ണക്കടത്തുകാരുമായിട്ട് ബന്ധമുണ്ട് എന്നൊരു ബോംബ് അദ്ദേഹം പൊട്ടിച്ചു. അപ്പോൾ ആ ബോംബ് പൊട്ടിച്ച അദ്ദേഹം വെറുതെ പറയുകയല്ല ചെയ്തത്. അദ്ദേഹം പറഞ്ഞു തന്നോട് ഒരു വിദേശ മലയാളി തനിക്ക് തന്ന ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിനാണ് താൻ ഈ പ്രസ്താവന നടത്തുന്നതെന്നും അക്കൂട്ടത്തിലാണ് ഈ ഡി മണി എന്ന ഒരു പുരാവസ്തു കച്ചവടക്കാരന്റെ പേര് വെളിപ്പെട്ടത്. അപ്പോൾ അന്ന് മാധ്യമങ്ങളിലൊക്കെ കമാൽ പാഷയുടെ പേര് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ പറയുന്നത് ഞാൻ കേട്ടു. ഇദ്ദേഹം എന്ന് പറയുന്നത് വമ്പൻ ആളാണ്, അത് നമ്മളാരും ഉദ്ദേശിക്കാത്ത ആളാണ്, കേരള പോലീസിന്റെ ഒക്കെ കൈകൾക്കൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ആളാണ്, അദ്ദേഹം വിമാനങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന ആ രീതിയിലുള്ളൊരു പ്രതീതിയാണ് ജനിപ്പിച്ചത്. അതായത് ഇപ്പൊ രാവിലെ ന്യൂയോർക്കിൽ കാപ്പി കുടിച്ചാൽ ഉച്ചയ്ക്ക് പാരീസിൽ ചെന്ന് ഭക്ഷണം കഴിക്കുകയും വൈകിട്ട് ലണ്ടനിൽ പോയിട്ട് ചാപ്പാട് അടിച്ച് അവിടെ കിടക്കുകയും പിറ്റേ ദിവസം ഇന്ത്യയിൽ വരികയും ഒക്കെ ചെയ്യുന്ന, അങ്ങനെ വിമാനങ്ങൾ ജെറ്റ് രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് കറങ്ങി നടക്കുന്ന, പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അഡ്നാൻ ഖഷോഗി, സൗദിയിലെ ആയുധ കച്ചവടക്കാരനായിരുന്നു, സൗദി രാജകുടുംബമായിട്ട് ബന്ധമുള്ള ആളായിരുന്നു. ആ ഖഷോഗിയുടെ ഒക്കെ ഒരു ചിത്രമാണ് എൻ്റെ മനസ്സിൽ ഈ ഡി മണി എന്ന് പറഞ്ഞപ്പോൾ വന്നത്. പക്ഷെ ഈ മല എലിയെ പ്രസവിച്ചതുപോലെ ആയി ഒടുവിൽ. കാര്യം ഇവിടുന്ന് കേരള പോലീസ് ചെല്ലുമ്പോൾ ഡി മണി ദാവൂദ് മണിയും അല്ല, ഡയമണ്ട് മണിയും അല്ല, ഒരു സാധാരണക്കാരൻ. അപ്പൊ അങ്ങേർക്ക് സ്വന്തമായിട്ട് മൊബൈലില്ല. അയാളുടെ കൂട്ടുകാരനായ ബാലമുരുകന്റെ സിം ഉപയോഗിച്ചാണ് മൊബൈലിൽ നിന്നാണ് പുള്ളി വിളിക്കുന്നത്. പിന്നെ ഇതിനിടയ്ക്ക് എന്തോ ഈ വിരുനഗർ സ്വദേശിയായ
ഒരു ശ്രീകൃഷ്ണനോ അങ്ങനെ എന്തോ ഒരാളുടെ പേര് വെളിയിൽ അതെ വരുന്നു. അതെ ഇത് ആകെ കൺഫ്യൂഷൻ. അപ്പൊ ഹൈക്കോടതിയിലെ എസ് ഐ ടി കൊടുത്ത വിവരം അനുസരിച്ച് ഈ ഡി മണി കേരളത്തിൽ അങ്ങനെ ആകെപ്പാടെ ഒരു തവണയെ വന്നിട്ടുള്ളൂ. ആ വന്നത് ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ ഏതോ ബലികർമ്മങ്ങൾ ചെയ്യാനായിട്ട് തിരുവനന്തപുരത്തെ തിരുവല്ലത്ത് അറിയാമല്ലോ, പരശുരാമ സ്വാമി ക്ഷേത്രത്തിലെ നമ്മൾ എല്ലാവരും പോകും അവിടെ. വല്ലപ്പോഴെങ്കിലും ബലിയിടാൻ പോകാത്തവർ ആ പ്രദേശത്ത് അല്ലെ കേരളം തമിഴ്നാട്ടിലുള്ളവരൊക്കെ മിക്കവരും അവിടെ വരാറുണ്ട്. അപ്പൊ അങ്ങനെ അവിടെ വന്നിട്ടുണ്ട്. ബലിയിടാൻ വന്ന അല്ലാതെ താൻ ഒരിക്കലും കേരളത്തിൽ വന്നിട്ടില്ല. തനിക്ക് ഈ പറയുന്ന ആരെയും അറിഞ്ഞുകൂടാ. തിരിച്ചൊരു തെളിവ് പോലീസിന് കണ്ടെത്താനും പറ്റിയില്ല. അപ്പൊ ഇയാൾ എന്തോ ഒരു സാധാരണ ഒരു ചെറിയ കച്ചവടം ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു സൂചനയാണ് SIT നൽകുന്നത്. ഇത് SIT കേരള ഹൈക്കോടതിയിൽ കൊടുത്ത വിവരമാണ്. അപ്പൊ അത് അവര് പിന്നെ അങ്ങനെ ഒരു കള്ളം പറയത്തില്ല. പിന്നെ അതിൽ വരുന്ന വേറൊരു സംശയം, ഈ ചെന്നിത്തല സൂചിപ്പിച്ച ഡി മണിയെ പോലീസ് പിടിക്കാതെ വേറെ ഏതോ ഒരു മണിയാണോ പിടിച്ചത്? യഥാർത്ഥത്തില് ഈ പിടിച്ച യഥാർത്ഥ മണി ആരാണ്? ഇങ്ങനെ ഇനി യഥാർത്ഥത്തിൽ ഒരു മണി ഉണ്ടോ? ഏറ്റവും ഒടുവിൽ വാർത്ത വരുന്നത് ഈ വിവരം കൊടുത്ത ഈ പറയുന്ന ഇൻഫർമേഷൻ ഒക്കെ കൊടുത്ത വിദേശ മലയാളിക്കെതിരെ കേസെടുക്കുമെന്ന്. കാരണം അയാൾ അന്വേഷണത്തെ വഴിതിരിച്ചു വിടാൻ വേണ്ടി ചെയ്തതാണോ എന്ന് സംശയമുണ്ടെന്നാണ് ഇന്നത്തെ പത്രങ്ങളിൽ വന്ന വാർത്തയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇന്നലെ ചെന്നിത്തല പറഞ്ഞിരുന്നു SIT അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്ന് ചെന്നിത്തലയെ പറയുകയും ചെയ്തു. അദ്ദേഹം CBI അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. കേരള സർക്കാർ ആകട്ടെ തൽക്കാലം CBI അന്വേഷണത്തിന് അനുകൂലമല്ല എന്നുള്ള നിലപാടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ അന്വേഷണം ഒരു ഡെഡ് എൻഡിൽ, ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ഒരു ഡെഡ് എൻഡിൽ പോയി നിൽക്കുകയാണ്. എന്താണ് അതിന് മുന്നോട്ട് പോകാൻ എനിക്ക് തോന്നുന്നത്? ഇവിടെ ശ്രീ രമേശ് ചെന്നിത്തലയെ ആരോ പറ്റിച്ചതാണോ, അതോ ഈ പറയുന്ന വ്യവസായി ഈ പിന്നെ NRI എന്ന് പറയുന്ന വ്യക്തി ബോധപൂർവം ഈ അന്വേഷണത്തെ വഴിതിരിച്ചു വിടാൻ ശ്രമിച്ചതാണോ? അങ്ങനെ ആണെങ്കിൽ പാവം ചെന്നിത്തലയുടെയൊക്കെ യഥാർത്ഥത്തിലെ ഈ കള്ളന്മാർ തന്നെ നിയോഗിച്ച ഒരാൾ പോയിട്ട് അദ്ദേഹത്തെ വഴിതെറ്റിച്ചതാണോ? ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് ഇതിൽ തോന്നുന്ന ഒരു കാര്യം, ഈ മണി എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ പിന്നെ ഒരു പശ്ചാത്തലം, ആ പശ്ചാത്തലത്തിൽ ഇദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ വിശദാംശങ്ങൾ, ഇതൊക്കെ സാധാരണ ഈ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ പണ്ട് സ്വപ്ന സുരേഷിന്റെയും സരിതയുടെ ഒക്കെ ഇങ്ങനെ പുറകെ തമിഴ്നാട്ടിലോട്ടൊക്കെ ഇങ്ങനെ ഓടുമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഈ ഡി മണിയുടെ യഥാർത്ഥ പശ്ചാത്തലം തമിഴ്നാട്ടിൽ പോയി, എനിക്ക് തോന്നുന്നു കുറച്ച് പൈസ ചെലവാക്കാൻ ഏതൊരു പത്രക്കാരനും വിരുനഗറിലും ഡിണ്ടിഗലിലും ഒന്നും പോകുന്ന അത്ര വലിയ ദൂരമൊന്നുമല്ല. ഡിണ്ടിഗൽ ഇപ്പം ഇടുക്കിയിൽ നിന്ന് അങ്ങോട്ട് കയറി തേനിയൊക്കെ കഴിഞ്ഞ് ഡിണ്ടിഗലിൽ പെട്ടെന്നല്ല. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് മാധ്യമങ്ങളൊന്നും അതിന് ശ്രമിക്കാത്തതെന്നൊരു സംശയം എനിക്കുണ്ട്. പിന്നെ ഇവിടെ വേറൊരു ചോദ്യം, ഈ പിന്നെ ഡി മണി എന്ന വ്യക്തി ഇയാൾ തന്നെയാണോ? ഈ പോലീസ് എങ്ങനെയാണ് ഇയാളിലേക്ക് ചെന്നെത്തുന്നത്? അതുപോലെ മൊബൈൽ ഇല്ല അയാൾക്ക് എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ സംശയമുണ്ട്. കാരണം ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലുമല്ല, ഇനി പശ്ചിമ ബംഗാളിലും ഒഡീഷയിലും ചെന്നാൽ പോലും സ്വന്തമായിട്ടൊരു മൊബൈൽ ഫോൺ ഇല്ലാത്ത ആൾക്കാരെ നമുക്ക് കണ്ടെത്താൻ പറ്റുമോ? ഇപ്പം മൊബൈൽ അത്ര വലിയൊരു പിന്നെ വിലപിടിപ്പുള്ള വസ്തുവല്ല ഇന്ന് ഇന്ത്യയിൽ. ഫ്രീ ആയിട്ടാണ് സിം കാർഡ് തരുന്നത്. നിങ്ങൾക്കൊരു മൊബൈൽ ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് സിം കാർഡ് കിട്ടും. കയ്യിലൊരു ആധാറോ അല്ലെങ്കിൽ അതുപോലെ തെളിയിക്കാനുള്ള എന്തെങ്കിലും രേഖകൾ വേണമെന്നുള്ളത്. അപ്പോൾ ഈ മണി എന്ന് പറയുന്ന ആള്, അയാൾക്ക് ചെറുതായിട്ടെങ്കിലും ജീവിക്കാൻ വസ്തുവകളൊക്കെ ഉള്ള ആളായിരിക്കും. അപ്പൊ അയാള് അവിടെ, അല്ലെങ്കിൽ കേരളത്തിൽ അച്ഛന് ബലിയിടാൻ തിരുവനന്തപുരം വരെ വന്നു എന്ന് പുള്ളി സമ്മതിക്കുന്നുണ്ടല്ലോ. അത്രയ്ക്കൊക്കെ പൈസ ഉണ്ടല്ലോ. ഒരു ബസ്സേ കയറി വരാൻ പൈസ ഉള്ള ഒരാൾക്ക് ഒരു മൊബൈൽ ഫോൺ ഇല്ലാതിരിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ്. കാരണം നിങ്ങൾ മൊബൈൽ ഫോൺ ഇല്ലാത്ത ആരെയെങ്കിലും ഇപ്പൊ കാണാൻ പറ്റുമോ? എൻ്റെ ഒരു ചോദ്യം അതാ. മീൻ കച്ചവടക്കാരൻ, അതല്ലെങ്കിൽ പച്ചക്കറി കച്ചവടക്കാരൻ, അതല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന പെട്ടിക്കടക്കാരൻ, ഇത് തട്ടുകട നടത്തുന്നവര്, അങ്ങനെ സമൂഹത്തിലെ ഏറ്റവും താഴെ എന്ന് പറയുന്ന, ഞാനിപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാരൊക്കെ കുറച്ചുകൂടെ പൈസ ഉള്ളവരാണ്. ഞാൻ ചോദിക്കുന്നത് വളരെ തുച്ഛമായ ദിവസക്കൂലിക്ക് കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്ന ബംഗാളികൾക്ക് പോലും 1ഉം 2ഉം സിമ്മുമാണ്. അപ്പോൾ ഈ ഡി മണിക്ക് സിം ഇല്ലെന്നും അയാൾ വേറൊരാളുടെ മൊബൈൽ ഉപയോഗിച്ചാണ് വിളിക്കുന്നതെന്നും ഒക്കെ പോലീസ് പറയുമ്പോൾ അതിൽ എനിക്ക് ഒരു സംശയം, അത് കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു സംശയം തോന്നുകയാണ്. ഇതിൽ ആരോ കളിക്കുന്നുണ്ട്. ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്ത വ്യക്തി തന്നെ ആണോ ഈ മണി? ഇനി മറ്റേതെങ്കിലും ഡി മണി ഉണ്ടോ?
ഇവിടെ ഈ പോലീസിന് ഇൻഫർമേഷൻ കൊടുത്ത, വിവരം കൊടുത്ത വിദേശ മലയാളി, അയാളാണല്ലോ പറഞ്ഞത് ഈ മണി തിരുവനന്തപുരത്ത് വന്നു എന്ന്, പലവട്ടം വന്നുവെന്നും 1000 കോടി രൂപയുടെ 500 കോടി രൂപയ്ക്ക് കച്ചവടം നടത്തിയെന്നും. ഇതൊക്കെ അയാൾക്ക് എവിടുന്ന് കിട്ടി? എനിക്ക് തോന്നുന്നു അയാളെ വിശദമായിട്ട് ചോദ്യം ചെയ്യേണ്ട വരും. കാരണം ആരാണ് അയാൾക്ക് ഈ വിവരം കൊടുത്തത്? ആ വിവരം അടിസ്ഥാനമില്ലാത്തതാണെങ്കിൽ അയാൾ ഒരു മുൻ പ്രതിപക്ഷ നേതാവിന്റെ, മുൻ ആഭ്യന്തരമന്ത്രിയുടെ അടുക്കൽ അതുകൊണ്ട് കൊടുക്കുമോ? പിന്നെ ഇനി മറ്റൊരു ചോദ്യം, അതവിടെ നിൽക്കട്ടെ, മണിയെ നമുക്കങ്ങ് വിടാം. ഈ ശങ്കർദാസിന് എന്ത് പറ്റി? സുപ്രീം കോടതി പോലും അറസ്റ്റ് തടഞ്ഞിട്ടില്ലല്ലോ. ശങ്കർദാസിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. ഈ പത്മകുമാറിനും വിജയകുമാറിനും ഇല്ലാത്ത കൊമ്പ് ശങ്കർദാസിന് എവിടുന്നാണ് ഈ കൊമ്പ്? വളരെ ദുരൂഹമാണ് ശങ്കർദാസിന്റെ കാര്യത്തിൽ പോലീസ്, SIT സ്വീകരിക്കുന്ന നിലപാട്. അത് പുറത്തു നിന്നുകൊണ്ട് നോക്കുന്ന, ഏതായാലും ഈ നീതി നടപ്പാക്കിയാൽ മാത്രം പോരാ, നടപ്പാക്കിയതായിട്ട് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണമെന്നാണ് പ്രശസ്തനായ ഒരു ഇംഗ്ലണ്ടിലെ ന്യായാധിപൻ പറഞ്ഞത്. അത് നമ്മുടെ കോടതികളിൽ പോലും എപ്പോഴും ഉയർന്നു കേൾക്കുന്ന ഒരു ചൊല്ലാണ്. നീതി നിങ്ങൾ നടപ്പാക്കിയാൽ പോരാ, നടപ്പാക്കിയതായിട്ട് ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. എന്തായാലും നടപ്പാക്കിയതായിട്ട് SITക്ക് ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനിടയ്ക്ക് മറ്റൊരു ആരോപണം വന്നു, SITയിലേക്ക് ഈ പോലീസ് അസോസിയേഷനിലെ CPMകാരായ 2 പേരെ തിരികെ കയറ്റി എന്നുള്ളത്. അതും മുൻ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തലയാണ് ഉന്നയിച്ചിരിക്കുന്നത്. അവരുടെ പേരൊക്കെ എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ തൽക്കാലം അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത്തരം സാഹചര്യത്തിൽ കേസ് അട്ടിമറിക്കപ്പെടുകയാണോ എന്നുള്ള സംശയം ബലപ്പെടുകയാണ് സമൂഹത്തിൽ. കാരണം ഇതിലെ ഇതുവരെ കളവ് പോയെന്ന് പറയുന്ന, അല്ലെ കൊള്ളയടിച്ചു എന്ന് പറയപ്പെടുന്ന സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. കോടതി 6 മാസം കൂടി, 6 ആഴ്ച കൂടി അന്വേഷണത്തിനുള്ള ഡെഡ് ലൈൻ നീട്ടിക്കൊടുത്തിട്ടുണ്ടെന്നാണ് വാർത്തകളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് അതായത് ഈ കേരളത്തിലെ, എൻ്റെ ഒരു സംശയം ഞാൻ പരസ്യമായിട്ട് തന്നെ പറയുകയാണ്, കേരളത്തിലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം വരുന്നിടം വരെ ഈ അന്വേഷണം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവുക എന്നുള്ളതല്ലേ ആരുടെയൊക്കെ ലക്ഷ്യം? അതായത് അത് അധികം നാളില്ല, ഏതാണ്ട് ഒരു ഏപ്രിൽ 1-ാം വാരം കഴിയുമ്പോൾ തന്നെ, അതായത് ഒരു 10-11 2-ാം വാരത്തിന്റെ തുടക്കത്തിൽ ഏപ്രിലിൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുമെന്നാണ് ചില വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു 2 മാസത്തേക്ക് അല്ലെങ്കിൽ 3 മാസത്തേക്ക് ഈ അന്വേഷണം ഒന്ന് നീട്ടാനുള്ള ശ്രമം, ഇപ്പം മാർച്ചിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തന്നെ പിന്നെ അന്വേഷണത്തിന്റെ പുറകെ ആരും പോവില്ല. അത് ഞാൻ മനസ്സിലാക്കുന്നത് എന്തൊക്കെയോ അണിയറയിൽ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ വീണ്ടും ചില വാർത്തകൾ വരുന്നു, 2025-ലും സ്വർണം കൊണ്ടുപോയെന്ന്. തൊണ്ട് മുതൽ കണ്ടെടുക്കാതെ എന്താ അന്വേഷണം? അവസാനം അന്വേഷണ സംഘം നിഗമനത്തിൽ എത്തുമോ ശബരിമലയിലേത് ദ്വാരപാലകരെ പൊതിഞ്ഞിരുന്നത് ചെമ്പുപാളി തന്നെ ആയിരുന്നെന്നും അതിൽ സ്വർണ്ണമില്ലായിരുന്നും പണ്ട് ഒരു അന്വേഷണം നടന്നു. പഴയ കാലത്ത്, രാജഭരണകാലത്ത് നടന്ന അന്വേഷണത്തെക്കുറിച്ചുള്ള ഒരു കഥയുണ്ട്. സത്യമാണോ എന്ന് എനിക്കറിയാൻ വയ്യ, കഥയിൽ ചോദ്യമില്ല, അതുകൊണ്ട് ചോദ്യം ഒന്നും എന്നോട് ചോദിക്കണ്ട. ഒരു 2 പണക്കാർ തമ്മിൽ സംഘർഷം ഉണ്ടായപ്പോൾ ഒരുത്തൻ്റെ വീട്ടിലെ പട്ടി മറ്റേ ആളുടെ വീട്ടിൽ കയറിയിട്ട് അയാളെ കടിച്ചു എന്നാണ് പരാതി. പ്രമാദമായ കേസ്, 2 പേരും സ്വാധീനശേഷിയുള്ളവരാണ്. അന്വേഷണം മുറുകി. പഴയകാലത്തെ പ്രഗത്ഭനായ പോലീസ് ഓഫീസറായിരുന്ന നല്ലമുട്ടം പപ്പുള്ളയാണ് അദ്ദേഹം, SI ആണ്, അദ്ദേഹമാണ് കേസ് അന്വേഷിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ FIRൽ പട്ടിയെക്കുറിച്ചുള്ള വർണ്ണനയോടുകൂടിയാണ് FIR തുടങ്ങുന്നത്. അത് ഈ പട്ടി, ഭീമാകാരനായ പട്ടി, കണ്ടാൽ സിംഹമാണോ പുലിയാണോ എന്നൊക്കെ നമ്മൾ സംശയിച്ചു പോകുന്ന അതിൻ്റെ ശൗര്യം, അതിൻ്റെ നോട്ടം, അതിൻ്റെ ഓരോ ദൃഷ്ടിയിലും പെട്ടാൽ അത് നമ്മുടെ കണ്ണിലേക്ക് തുറിച്ചു നോക്കുമ്പോൾ രക്തദാഹിയായ ഒരു മൃഗത്തെ പോലെ സാധാരണക്കാർക്ക് തോന്നും. ചിലരൊക്കെ അതിൻ്റെ കുര കേട്ടാൽ തന്നെ ബോധം കെട്ട് വീഴും എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ശ്രീ നല്ലമുട്ടം പപ്പുള്ള എഴുതി, ഞാൻ എന്തായാലും ശരി, ഞാൻ പട്ടിയുടെ വാ തുറന്ന് പരിശോധിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു, അതിന് പല്ലൊന്നും ഇല്ലായിരുന്നു എന്ന്. അങ്ങനെ അദ്ദേഹം കേസ് അന്വേഷണം അവസാനിപ്പിച്ചു. അപ്പോൾ അതുപോലെ ആയിരിക്കുമോ ഇത്? ഈ പറയുന്ന വലിയ വലിയ അന്വേഷണവും കോലാഹലത്തിനും ഒക്കെ ഒടുവിൽ ശബരിമലയിലെ ദ്വാരപാലകരെ പൊതിഞ്ഞിരുന്നത് വെറും ചെമ്പുപാളിയാണെന്നും അത് സ്വർണമല്ല എന്നും, ഞങ്ങൾ ആ പാളി കണ്ടാലോ അതിമനോഹരമാണ്, അത് മിനുക്കി വളരെ സ്വർണം പോലെ തിളങ്ങുന്നതാണ്, അത് കിലോ കണക്കിന് തൂക്കമുള്ളതാണ്, അത് കണ്ടെത്താൻ ഞങ്ങൾ പാടുപെട്ട് വളരെ സുരക്ഷിതമായ ഒരിടത്താണ് അത് സൂക്ഷിച്ചിരുന്നത് എല്ലാം പറഞ്ഞിട്ട് അവസാനം പറയും അത് പക്ഷേ പരിശോധിച്ച് നോക്കിയപ്പോൾ
അത് സ്വർണ്ണമല്ലെന്നും ചെമ്പാണെന്നും ബോധ്യപ്പെട്ടു എന്നൊരു നിഗമനത്തിലേക്കാണോ അവസാനം ഇതെല്ലാം എത്തിച്ചേരുക എന്നാണ്. അതായത് ഒരു ആന്റി ക്ലൈമാക്സ്. ഈ കഥയില് MG-യുടെ ഒക്കെ അല്ലെ ചില ക്രൈം ത്രില്ലറുകളിലൊക്കെ അവസാനം കൊണ്ടൊരു ട്വിസ്റ്റ് ഉണ്ടല്ലോ, വാദി തന്നെ പ്രതിയാകുമോ? ഇത് ആ വഴിക്കാണ് ഈ സംഭവങ്ങളെല്ലാം നീങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവർ പറയുന്നതൊക്കെ കേട്ടിട്ട് അങ്ങനെയാണ്. കാരണം ഈ പറയുന്ന സ്വർണം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, മണി എന്ന് പറയുന്ന ആളുടെ പുറകെ പോയിട്ട് മണിയില്ല, പിന്നെ മറ്റേ പോറ്റിക്ക് ഇതുപോലെ ബന്ധം തെളിയിക്കാൻ പറ്റുന്നില്ല, പലരുമായിട്ടുള്ള തൊണ്ടി മുതൽ എവിടാണെന്ന് ഒരു പിടിയുമില്ല, പിന്നെ പലരുടെയും കൂടെ പോറ്റി നിൽക്കുന്ന പടമായിട്ട് അതിനെക്കുറിച്ചായി വിവാദം. സ്വർണത്തിനെ കുറിച്ചല്ല വിവാദം, സോണിയാഗാന്ധിയുടെ പോറ്റി നിൽക്കുന്നു, അപ്പൊ സോണിയാഗാന്ധിക്ക് ഇതിൽ പങ്കുണ്ട്, അല്ലെ പിണറായി വിജയന്റെ കൂടെ നിൽക്കുന്നു, അപ്പൊ പിണറായി വിജയന് പങ്കുണ്ട്. ഇങ്ങനെ ഓരോന്നിന്റെ ചുറ്റും ഓരോ കഥകൾ ഉണ്ടാകുകയാണ്. ഈ കഥകളും ഉപകഥകളുമായിട്ടൊരു ശബരിമല, ഈ മഹാഭാരതം പോലൊരു കഥ പോലെ ആകുകയാണ് ഈ അന്വേഷണ റിപ്പോർട്ട്. ഒരു കഥാപാത്രത്തിന് ചുറ്റും നിരവധി കഥകൾ, പിന്നെ വേറൊരു കഥാപാത്രം വരും, അവിടെയും നിരവധി കഥകൾ. കഥകൾക്കെല്ലാം ഒടുവിൽ ഇതെല്ലാം ഈ ഉള്ളി തൊലിച്ചതുപോലെ ഒന്നും ഇല്ലാതാവും. അതിൻ്റെ ഒരു സൂചനയല്ലേ ഇത് നടക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണത്തിൻ്റെ ഒരു വേദിയും അന്വേഷണം അങ്ങനെ അവസാനിക്കുന്ന ഒരു ലക്ഷണമാണ് ഞാനിപ്പോൾ കാണുന്നത്. എന്തായാലും ശരി, ഈ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ അവസാനം അദ്ദേഹത്തിനെതിരെ ഇത് പ്രയോഗിക്കപ്പെടുമോ എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. അതായത് ഇനി കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിൽ ശ്രീ ചെന്നിത്തല ഇത് അദ്ദേഹത്തിനൊരു മേൽക്കൈ കിട്ടുമായിരുന്ന ഒരു ആരോപണമാണ്. ഈ മണിയെ പിടിച്ച് അതിൻ്റെ പുറകെ അങ്ങനെ പോയിരുന്നെങ്കിൽ ചെന്നിത്തലയ്ക്ക് വലിയൊരു മേൽക്കൈയായി. പക്ഷേ അത് കളയാൻ വേണ്ടിയിട്ടാണോ ഇത് ചെയ്തത്, അതോ ഈ ചെന്നിത്തല പാവം അദ്ദേഹം ആരുടെയോ ചതിയിൽ കൊണ്ടുപോയി അദ്ദേഹം തല വെച്ച് കൊടുത്തതാണോ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ഈ അന്വേഷണ റിപ്പോർട്ട് മണി എന്നൊരാളില്ല എന്നും ഇത് ഈ വിദേശ മലയാളി കള്ളനാണെന്നും തെളിയുകയാണെങ്കിൽ, ഇപ്പൊ പോലീസ് പറഞ്ഞ പോലെ അയാള് അന്വേഷണത്തെ അട്ടിമറിക്കാനാണ് ഇത് ചെയ്തതെങ്കിൽ സ്വാഭാവികമായിട്ടും ശ്രീ ചെന്നിത്തല ഒരുപാട് ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. അദ്ദേഹത്തിനെ ആരോ ചതിച്ചതാണോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് വരും. എന്തായാലും ശരി, ഇത് ആകെ വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലും കുരുക്കിലുമാണ് SIT അന്വേഷണം ഇതുവരെ. ശരിക്കൊരു വൻ ആസൂത്രണം ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട് അല്ലെ? ഇത് സാറ് പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് വിജ്ഞാപനം വരുന്നത് വരെ നീട്ടിക്കൊണ്ടു പോകലും, പിന്നെ ഇപ്പൊ രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യത്തിൽ ഇങ്ങനെയുള്ള ഒരു പോക്ക് ഇങ്ങനെ പെട്ടെന്ന് വഴിമാറുന്നു. അതുമാത്രമല്ല, രമേശ് ചെന്നിത്തല മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല, എന്നാലും VDക്കെതിരെ പുനർജനിയിൽ വന്നിരിക്കുന്ന ആരോപണം, ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ രണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ അതൊരു ആസൂത്രണമാണോ എന്ന് ഒരു സംശയം ഉണ്ടാകുന്നത് തെറ്റുണ്ടോ സാർ? ഇതൊരു വൻ ആസൂത്രണമാണ്, സംശയമില്ലാത്ത കാര്യം. ശബരിമല സ്വർണ്ണക്കൊള്ളയെ കുറിച്ചുള്ള അന്വേഷണം ഒരു കളവ് മുതലിനെ കുറിച്ച്, ഒരു അഴിമതിയെ കുറിച്ചുള്ള ഒരു അന്വേഷണത്തിനേക്കാൾ ഉപരി അതൊരു രാഷ്ട്രീയ തോന്നുന്നത്. അത് കേവലം ഒരു ക്ഷേത്രം മുതൽ കൊള്ളയടിച്ച ആളിനെ കണ്ടുപിടിക്കുകയും അത് ആത്മാർത്ഥമായിട്ട് അതിന്റെ പിന്നിലുള്ള ആൾക്കാരെ മുഴുവൻ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പലരെയും, ശങ്കരദാസിനെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്യേണ്ട, ചോദ്യമെങ്കിലും ചെയ്യേണ്ടതായിരുന്നു. പിന്നെ വിജയകുമാറിനെ നേരത്തെ തന്നെ ചോദ്യം ചെയ്യേണ്ടതായിരുന്നു. പത്മകുമാർ പറയുന്ന എല്ലാ വിഷയങ്ങളും കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടതായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംശയം. സെക്രട്ടറി ഇന്നലെയാണ് ചോദ്യം ചെയ്തത്, ജയശ്രീ എന്ന് പറഞ്ഞ. അതെ 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 അതെ. പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതിന്റെ ഒരു നമുക്ക് സംശയം ഉണ്ടാകുന്നുണ്ട്. കാരണം ഇതൊക്കെ ചെയ്യേണ്ട, ഇപ്പൊ ഇന്നലെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അന്വേഷണം നീട്ടി, അന്വേഷണത്തിന്റെ ആദ്യത്തെ ഡെഡ്ലൈൻ കഴിഞ്ഞു. 6-ാം തീയതി ആയിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം ഇന്നലെ ചോദ്യം ചെയ്യുമ്പോൾ 7-ാം തീയതി ആയിരുന്നു, 8-ാം തീയതി ആയിരുന്നു ഇന്നലെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിങ്ങനെ നീണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഞാൻ കാണുന്നത്. എന്തായാലും ശരി, നമുക്ക് അന്വേഷണത്തിൽ, കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ നമുക്ക് ഈ ആശങ്കകളൊക്കെ, ഞാൻ മുമ്പ് ഉന്നയിച്ചതൊക്കെ ആശങ്കകളാണ്, ആശങ്കകളൊക്കെ മാറ്റുകയും സത്യം പുറത്തു വരികയും ചെയ്യുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ് വരും ദിവസങ്ങളിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയും ചെയ്യാം. താങ്ക് യു സാർ.